മുമ്പൊക്കെ റിപ്പബ്ലിക് ദിനത്തിനാണ് ഭാരതരത്നവും അതോടൊപ്പം പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കാറ്. പത്മ പുരസ്കാരങ്ങൾ ഇപ്പോഴും റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേരാത്രിയിലാണ് പ്രഖ്യാപിക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ഭാരതരത്നം അങ്ങനെ ആണ്ടോടാണ്ടം കൊടുക്കണം എന്നും നിർബന്ധമില്ല. ഒരു കൊല്ലത്തിൽ ഏറ്റവും കൂടിയത് 3 പേർക്ക് എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അത് തന്നെ സർക്കാരിന് വേണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ. ഏതായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ റിപ്പബ്ലിക് ദിനത്തിന് 3 ദിവസം മുമ്പ് കർപ്പൂരി ഠാക്കൂറിന് ഇന്ത്യ ഗവൺമെൻറ് ഭാരതരത്ന പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് കർപ്പൂരി ഠാക്കൂറിനോടുള്ള ആദരവ് കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തേണ്ടത് രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് സർക്കാരിന് തോന്നുന്നതുകൊണ്ടോ അല്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് സ്വയം അഭിനയിക്കുന്ന നിതീഷ് കുമാറിനെ സന്തോഷിപ്പിക്കാനും നിതീഷിൻ്റെ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനും അതുവഴി ഇന്ത്യ സഖ്യം പൊളിക്കാനും വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് ദേശീയ ജനാധിപത്യ മുന്നണിയിൽ ചേർന്നു. അങ്ങനെ ബീഹാറിൽ ഭരണമാറ്റമുണ്ടായി. അന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. കർപ്പൂരി ഠാക്കൂറിന് വരെ ഭാരതരത്ന കൊടുത്തു. അദ്വാനിയുടെ കാര്യം ഇതുവരെ ഇന്ത്യ ഗവൺമെൻറ് അഥവാ നരേന്ദ്രമോദി ഓർമ്മിച്ചിട്ടില്ല എന്ന്. ഏതായാലും റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ് 10-ാം ദിവസം സർക്കാരിന് വീണ്ടും വിചാരമുണ്ടായി. ഇതാ അദ്വാനിക്കും ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. LK അദ്വാനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ ഒരാളല്ല. ജനസംഘത്തിൻ്റെ ആദ്യകാല സംഘാടകരിൽ ഒരാളായിരുന്നു. അതിനു മുമ്പ് RSS പ്രചാരകനായിരുന്നു. ദീർഘകാലം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അറിയപ്പെടുന്ന മുഖമായിരുന്നു. 1971 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനസംഘം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സന്ദർഭത്തിൽ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്വാനിയെ ജനസംഘത്തിൻ്റെ അധ്യക്ഷനാക്കിയത്. അദ്വാനി വാജ്പേയി വന്ന് ഒറ്റക്കരളായിരുന്നു. അങ്ങനെ അദ്വാനിയുടെ നേതൃത്വത്തിലാണ് ജനസംഘത്തിൻ്റെ തിരിച്ചുവരവുണ്ടായത്. അദ്വാനിയാണ് ജയപ്രകാശ് മൂവ്മെൻറ്റിന് ജനസംഘത്തിൻ്റെ RSSൻ്റെ പിന്തുണ ഉറപ്പാക്കിയത്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ജനതാ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകളിൽ വ്യാപൃതനായി. ജനതാ പാർട്ടി രൂപീകൃതമായപ്പോൾ അതിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി. 1977 അന്ന് രാജ്യസഭാംഗമായിരുന്ന അദ്വാനി കേന്ദ്രമന്ത്രി വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പായിരുന്നു. ജനതാ സർക്കാർ തകരുകയും പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുകയും ഈ സോഷ്യലിസ്റ്റുകാരും സംഘടനാ കോൺഗ്രസ്സുകാരുമായ ജനതാ പാർട്ടിക്കാർ ഉഭയാംഗത്വ പ്രശ്നം ഉയർത്തി ജനസംഘക്കാരെ ഒറ്റപ്പെടുത്താൻ നോക്കിയപ്പോൾ പാർട്ടി പിളർന്ന് പുറത്തു വരാൻ ഉള്ള തീരുമാനം എടുത്തതിലെ പ്രധാനപ്പെട്ട ആളും അദ്വാനി തന്നെയായിരുന്നു. അങ്ങനെയാണ് 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമായത്. പാർട്ടിയുടെ ആദ്യത്തെ അധ്യക്ഷൻ അടൽ ബിഹാരി വാജ്പേയിയായിരുന്നു. വാജ്പേയി ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ് ആദ്യകാലത്ത് ഇവർ നടപ്പാക്കാൻ നോക്കിയത്. അതായത് മതേതരത്വം, ജനാധിപത്യം, ഗാന്ധിയൻ സോഷ്യലിസം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെയുള്ള അപ്രായോഗികമായ ആദർശങ്ങളാണ് ഇവർ പയറ്റിയത്. അതൊന്നും തീരെ ഫലവത്തല്ല എന്നുള്ളത് 1984 അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഹിന്ദുത്വം കൊണ്ട് മാത്രമേ പാർട്ടിക്ക് രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത് വാജ്പേയിയെ തുടർന്ന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി തീർന്ന അദ്വാനിയായിരുന്നു. അദ്വാനിയാണ് ഈ ഷാബാനു ബീഗത്തിൻ്റെ കേസിൽ അതിൽ നിയമം മാറ്റാനായിട്ട് രാജീവ് ഗാന്ധി നടത്തിയ പരിശ്രമത്തെ അതിനിശിതമായി വിമർശിച്ചതും രാമജന്മഭൂമി പ്രശ്നം ആളിക്കത്തിച്ചതും. അങ്ങനെ BJPയുടെ അംഗസംഖ്യ പാർലമെൻറ്റിൽ 2-ൽ നിന്ന് 88-ലേക്ക് ഉയർന്നു. അദ്വാനി പ്രതിപക്ഷ നേതാവായി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കുതിച്ചുകയറ്റം തന്നെ ഉണ്ടായി. 96 ആകുമ്പോഴത്തേക്കും പാർട്ടി ഒരു പ്രബല ശക്തിയായി തീർന്നു. പക്ഷേ അദ്വാനിക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ജെയിൻ ഹവാല കേസിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടു. അദ്ദേഹം ഉടനെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചു. ഇനി ഇതിൻ്റെ സത്യം തെളിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തൽക്കാലം പിന്തള്ളപ്പെട്ടു പോയ അടൽ ബിഹാരി വാജ്പേയി തിരിച്ചു വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തവണയല്ല 3 തവണ, 96-ലും 98-ലും 99-ലും. അങ്ങനെ അദ്വാനി 2ാം സ്ഥാനക്കാരനായി മാറി. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനം കൊണ്ടും ഉപപ്രധാനമന്ത്രി സ്ഥാനം കൊണ്ടും തൃപ്തിപ്പെടേണ്ടതായിട്ട്. 2004 തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയുണ്ടായി. ഇവർ പ്രതിപക്ഷത്തായി. അതേ തുടർന്ന് വാജ്പേയി അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും അനാരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞപ്പോൾ അദ്വാനി പ്രതിപക്ഷ നേതാവായി.
പക്ഷേ 2009 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്വാനിക്ക് സാധിച്ചില്ല. 2013 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തെ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ പിന്തള്ളി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പുതിയൊരു പന്തയ കുതിര രംഗത്ത് വന്നു. ബാക്കിയുള്ളതൊക്കെ ചരിത്രമാണ്. 2014 മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. മുരളി മനോഹർ ജോഷിയും അതുപോലെ ലാൽ കൃഷ്ണ അദ്വാനിയും ഒക്കെ മാർഗനിർദ്ദേശക മണ്ഡലമുണ്ടാക്കി നരേന്ദ്രമോദി ഒരരകത്തിരുത്തി എന്നുള്ളതാണ് ചരിത്രം. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല. ഇപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളും ആവശ്യകതകളും ഒക്കെ അനുഭവിച്ച് കഴിയുകയാണ്. അദ്വാനിയെ രാഷ്ട്രപതിയാക്കും എന്നാണ് പൊതുവെ ആളുകൾ വിചാരിച്ചത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പ്രണബ് മുഖർജിയുടെ കാലാവധി പൂർത്തിയായപ്പോൾ രാംനാഥ് കോവിന്ദിനെയാണ് രാഷ്ട്രപതിയാകാനായിട്ട് മോഡി കണ്ടെത്തിയത്. അങ്ങനെ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ട അദ്വാനി ഇപ്പോഴിതാ ഒരു ഭാരതരത്നത്തിലൂടെ തിരിച്ചു വരികയാണ്. ഇത് വേണമെങ്കിൽ 9 കൊല്ലം മുമ്പ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് ഈ അവാർഡ് കൊടുക്കാമായിരുന്നു. പക്ഷേ കൊടുത്തില്ല. ഏതായാലും അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ എന്താണ് പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അദ്വാനിക്കൊരു ഭാരതരത്നമെങ്കിലും കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു ഗുരുത്വക്കേട് അല്ലെങ്കിൽ ദൈവദോഷമായി പോകുമായിരുന്നു. നരേന്ദ്രമോദി അങ്ങനെ ചെറിയ തോതിലെങ്കിൽ ഒരു പ്രായശ്ചിത്തം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. സത്യം പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയം മുതൽക്ക് ഭരണകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവർക്ക് വെല്ലുവിളി ഉയർത്തിയ ഭരണാധികാരികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഭാരതരത്നം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നെഹ്റു AICC പ്രസിഡൻ്റായിരുന്ന നമ്മുടെ പുരുഷോത്തം ദാസ് ഠാണ്ടനെ അദ്ദേഹത്തെ AICC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഏറെക്കുറെ ബലം പ്രയോഗിച്ച് നീക്കിയതിന് ശേഷം ഭാരതരത്നം കൊടുത്ത് ആദരിച്ചത്. ഭാരതരത്നം കൂടി കിട്ടിയപ്പോൾ ഠാണ്ടൻ്റെ ജീവിത ലക്ഷ്യം പൂർണ്ണമായി. അടുത്ത കൊല്ലം അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന സാക്ഷാൽ രാജേന്ദ്ര പ്രസാദിൻ്റെ കാലാവധി കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് കൊടുത്തു ഭാരതരത്നം. അത് കിട്ടിയ വഴി അദ്ദേഹവും പരലോകപ്രാപ്തനായി. ഇന്ദിരാഗാന്ധി ഇത് തന്നെ ചെയ്തു. രാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി പൂർത്തീകരിച്ച VV ഗിരിക്ക് ഉടനെ തന്നെ ഒരു ഭാരതരത്നം കൊടുത്തു. കാരണം ഗിരിക്ക് ഒരു ടേം കൂടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് കൊടുക്കാതിരുന്നതിന് ഒരു പ്രായശ്ചിത്തമായിട്ട് ഭാരതരത്നം കൊടുത്ത് അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ഇരുത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ചരിത്രം മുമ്പ് ഉണ്ടായിട്ട് നരേന്ദ്രമോദിയുടെ പുതിയൊരു ഘട്ടത്തിലാണ് നമുക്ക് പറയാൻ പറ്റിയില്ല. നേരത്തെ അടൽ ബിഹാരി വാജ്പേയിക്ക് ഭാരതരത്നം കൊടുത്തു, പിന്നീട് നാനാജി ദേശ്മുഖിന് കൊടുത്തു, ഇപ്പോൾ ഇതാ അദ്വാനിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ശ്രേണിയിൽപ്പെട്ട അടുത്ത ഭാരതരത്ന ആർക്കായിരിക്കും നമുക്കറിയില്ല. 2024 BJP എന്ന അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്തത് മുരളി മനോഹർ ജോഷിക്കും, പിന്നത്തത് ഉമാ ഭാരതിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.